ഗൈസ്, വെൽക്കം ബാക്ക് ടു കുഡൂസ് വ്ളോഗ്സ്. അപ്പോൾ കുഡൂസ് വ്ളോഗ്സിൽ ഇന്നൊരു അൺറെഡി വിത്ത് മീ ആണ് കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ ഇപ്പോൾ 2-3 തവണ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നൊരു അൺറെഡി വിത്ത് മീ ആവാം. ഇന്നിപ്പോൾ ഓഫീസിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നേ, അപ്പോൾ അതിന് പോയിട്ട് തിരിച്ച് വന്നിട്ടുള്ളൊരു അൺറെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ കാണുമല്ലേ? അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ ഒന്ന് മേല് കഴുകി കേട്ടോ. മേല് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ ഈ പൊട്ട്, കൺമഷി അതൊക്കെ ഒന്ന് കളയലാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനെ മേക്കപ്പ് റിമൂവറൊന്നുമില്ല, ഞാനതൊന്നും യൂസ് ചെയ്യലുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു ടിപ്പുണ്ട്, അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇതാണ് ഗൈസ് നമ്മൾ സാധാരണക്കാരുടെ മേക്കപ്പ് റിമൂവർ. ഇത് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ടാവും. വേറെ ഒന്നുമില്ല, നമ്മുടെ സാധാ വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഭൂതമാവും, ആരും പേടിക്കണ്ട. കണ്ണിലിങ്ങനെ നന്നായിട്ട് ഇതാക്കി കളയാം. എൻ്റെ മുഖം കണ്ടാരും ഞെട്ടരുത് കേട്ടോ. ഇത് എന്നും ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ കൊച്ചു തന്നെ എപ്പോഴും പേടിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ, നമ്മുടെ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ട് ഈ കണ്ണൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി ഈ കൺമഷൊക്കെ അങ്ങ് ഇളക്കുക. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കോലം? അടിപൊളിയല്ലേ? പേടിച്ചു പോയോ? പേടിക്കണ്ട കേട്ടോ. ഈ പൊട്ടൊക്കെ സിമ്പിളായിട്ട് പോകും, പക്ഷേ ഈ കണ്ണ് ഇത് കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. പക്ഷേ നല്ല രസമുണ്ട്. ഇട്ടത്തൊന്നും കാണണ്ട കേട്ടോ. ഇതാ ഇങ്ങനെയാവും നമ്മുടെ മുഖം. ഇനി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷോ സോപ്പോ എന്തെങ്കിലും കൊണ്ടങ്ങ് കഴുകണം. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് കഴുകിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ മുഖമൊക്കെ. ഇനി നമ്മൾ പയ്യെ നമ്മൾ തോർത്തോ ചെറിയ ടർക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒക്കെ മുഖം ഒന്ന്, നമ്മളെപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അമർത്തി അങ്ങ് തേച്ച് വലിച്ചങ്ങ് എടുക്കുന്നത്. അത് ചെയ്യരുത് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കും കേട്ടോ. എനിക്കറിയില്ലായിരുന്നു, ഞാനൊരു ഡോക്ടറുടെ ഒരു റീൽസ് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അതിന് ശേഷമാണ് കേട്ടോ ഞാനും എൻ്റെ ഫേസിനോടൊക്കെ ഇത്ര എന്താ പറയുക സോഫ്റ്റായിട്ട് പെരുമാറാൻ തുടങ്ങിയത്. അപ്പോൾ കണ്ടോ, കണ്ണൊക്കെ ആണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കൺമഷീൻ്റെ ഒരു തുള്ളി പോലും ഇല്ലാണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ സീറം, മോയ്സ്ചറൈസർ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇടാനുണ്ട്. ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്കൊന്നും ഇടാനില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഹെയറാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ കുളിക്കാൻ നേരത്ത് എന്താ ഈ ക്രാബ് വെച്ച് ജസ്റ്റ് ഇതാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ എൻ്റെ ഹെയർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവേ ഞാൻ ചെയ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളിക്കുന്ന ടൈമിൽ നോർമൽ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ട് തലയിൽ മസാജ് ചെയ്തിട്ടാണ് കുളിക്കൽ. അത് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം മുടിക്ക് നല്ലൊരു കളർ ഉണ്ടാവും, ഒരു കറുത്ത കളറ്. പിന്നെ ഷാമ്പു ഇട്ടാലും വലിയ അങ്ങ് പറന്നടിക്കില്ല, പക്ഷേ ഭയങ്കര ഓയിലി ആയിട്ട് ഇങ്ങനെ അളിഞ്ഞിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഷാമ്പു ഉണ്ടോ എന്ന് വെച്ചാൽ ഷാമ്പു ഉണ്ട്, പക്ഷെ മുടി ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സിറത്തിൻ്റെ കാര്യങ്ങളുടെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ നമ്മുടെ ഹെയറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നമുക്ക് നമ്മുടെ ഹെയറിൽ ചീപ്പ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ചീപ്പ് അങ്ങനെ ഒരുപാട് അങ്ങ് ഉപയോഗിക്കുന്നില്ല. അതുപോലെ ഞാനിങ്ങനെ കൈകൊണ്ട് തന്നെ എപ്പോഴും ചെടയൊക്കെ കളയാനാണെങ്കിലും കൈകൊണ്ട് കളയും. പിന്നെ എനിക്ക് ഒരുപാട് ചെടയുടെ മുടി ഒട്ടും വൃത്തിയായിട്ടിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ഞാൻ ചീപ്പ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് ശേഷം എൻ്റെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയുന്നുണ്ട്. പിന്നെ മുടിക്ക് കുറച്ചൊക്കെ ഒരു ലെങ്ത്ത് വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എപ്പോഴാണെങ്കിലും മുടി അഴിച്ചു കഴിഞ്ഞാൽ തല നന്നായിട്ടൊന്ന് മസാജ് ചെയ്യും കേട്ടോ. ഞാൻ തല നന്നായിട്ട് വെറുതെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത്, അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുമല്ലോ. അത് കഴിഞ്ഞ് മുടിയിലെ ചെടയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ വിടിയിച്ച് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ മുടിയിലെ ചെടയൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും എടുത്ത് കളഞ്ഞ് നല്ല രീതിക്ക് കൈകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ നമ്മുടെ തലയിൽ ചീപ്പിൻ്റെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടീൻ്റെ ഡാമേജുകൾ പകുതി കുറയും കേട്ടോ ഗൈസ്. അപ്പം ഇങ്ങനെ തന്നെ ചെട ഒക്കെ കളയണം. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണേൻ്റെയും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും യൂസ് ചെയ്യുന്നതുകൊണ്ട് മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെട പിടിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതങ്ങ് മാറി കിട്ടി കേട്ടോ. ഇപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്ത് എന്നും ഈ ബസ്സിന് തന്നെയാണല്ലോ ഡ്യൂട്ടിക്കൊക്കെ പോകുന്നത്, എന്നാലും തിരിച്ചു വരുമ്പോൾ ഓവറായിട്ട് അങ്ങനെ മുടി ചെട പിടിക്കാറില്ല കേട്ടോ ഗൈസ്. അപ്പോൾ സിമ്പിളായിട്ട് മുടിയെല്ലാം കൂടെ ഇങ്ങനെയൊക്കെ കൂട്ടിക്കെട്ടി മേളിലേക്ക് അങ്ങ് കെട്ടി വെക്കും. അത്രയേ ഉള്ളൂ. ഒന്ന് സെക്യൂർ ആക്കി വെച്ചിട്ട് ഈ എല്ലാ മുടിയും കൂടി ഒന്ന് പിരിക്കും കേട്ടോ. ഇത് നല്ലതാണോ മുടിക്ക്
എന്തെങ്കിലും ഡാമേജ് വരുമോ അതൊന്നും എനിക്കറിയില്ല. പിന്നെ എന്തിനാണ് ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിരിച്ചിട്ടങ്ങ് കെട്ടി വെക്കുകയാണെങ്കിലും മുടി നല്ല ടൈറ്റായിട്ടിരിക്കും. ഇപ്പോൾ രാത്രിയിൽ കിടക്കുമ്പോഴൊക്കെ ആണെങ്കിലും മുടി ഇതാവുന്നില്ല, പോകുന്നില്ല. പിന്നെ കുറച്ച് കേളായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തം കണ്ടുപിടിച്ചിട്ട് വെക്കുകയാണ് ഗൈസ്. ഇതിന് മുമ്പ് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ്. ഇനി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ കഴിഞ്ഞ കാര്യം. പിന്നെ ഞാൻ വേറൊരു സംഭവം കിടക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് ബാം കേട്ടോ. ലിപ് ബാം ഞാൻ എപ്പോഴും ഇടും. ലിപ് ബാം മാത്രമാണ് ഇനിയിപ്പം രാത്രിയിലാണെങ്കിലും ഞാൻ ഇടാറുള്ളൂ. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങും ഗൈസ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ റെഡി വിത്ത് മീ. അപ്പോൾ എന്തായാലും കുഡൂസ് വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നേക്കണേ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.